ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ആരെങ്കിലും കനകക്കുന്നിൽ പോയി പെട്ടവരുണ്ടോ? ഞങ്ങൾ എന്തായാലും പെട്ടു കേട്ടോ. ഒരു 7 മണിയായപ്പോൾ തന്നെ പാളയം മൊത്തം ബ്ലോക്കായി. പകുതി വഴിയിൽ വെച്ച് പോലീസുകാർ റോഡ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. പിന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി കേട്ടോ. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ അനുഭവപ്പെട്ടത്. കുഞ്ഞു മക്കളെയും കൊണ്ട് ഈ ബ്ലോക്കിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി വിഷമവും തോന്നി. അങ്ങനെ വല്ല വിധേനയും കനകക്കുന്നിൽ എത്തിച്ചേർന്നപ്പോൾ കാണുന്ന അവസ്ഥ ഇതാണ്. ആർക്കും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയിൽ എല്ലാവരും ഇങ്ങനെ റോഡിന്റെ മുന്നിൽ ബ്ലോക്കായി നിൽക്കുകയാണ്. ഓൺലൈൻ കൗണ്ടറും ഉണ്ട്, ക്യാഷ് കൗണ്ടറും ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ തിരക്ക് ഓൺലൈൻ കൗണ്ടറിന്റെ മുന്നിലായിരുന്നു. ആർക്കും സ്കാൻ ചെയ്തത് നെറ്റ്വർക്ക് പ്രോബ്ലം കാരണം ആർക്കും പേയ്മെന്റ് ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ പെട്ടുപോയത് ഒത്തിരി പേരാണ്. അങ്ങനെ കനകക്കുന്നിൽ നടന്ന വസന്തോത്സവം കാണാൻ പറ്റാതെ നിരാശയായി മടങ്ങേണ്ടി വന്നു. ഞങ്ങളെപ്പോലെ കുട്ടികളെയും കൊണ്ടുവന്ന ഒത്തിരി ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. അവരും തിരികെ പോവുകയാണ് ഉണ്ടായത്. എല്ലാവർക്കും ഒരേ ഒരു പരാതിയായിരുന്നു, ഈ സംവിധാനം വളരെ മോശമായി പോയി. നിയമപാലകർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള തിരക്കായിരുന്നു ഇന്ന് നമ്മുടെ കനകക്കുന്നിലുണ്ടായിരുന്നത്. കനകക്കുന്നിൽ വന്നിട്ട് അകത്ത് പാസ് വെച്ചിട്ടാണ് അവർ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കാനർ കോഡ് വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ യാതൊരു കൺട്രോളിങ്ങും ഇല്ല. ആൾക്കാരെ കയറ്റാൻ പറ്റില്ല. വന്നവരെല്ലാം നിരാശരായിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത്ര ഈ ഒരു കാണുന്ന തിരക്കെന്ന് പറഞ്ഞാൽ ഈ ടിക്കറ്റ് എടുക്കാൻ വയ്യാതെ ആൾക്കാർ നിൽക്കുന്ന കാര്യമാണ്. ഒരു ഐഡിയയും ഇല്ലാതെ ഇത്രയും ആൾക്കാർ വരുന്ന ഒരു കനകക്കുന്നിൽ ഒരു ഐഡിയയും ഇല്ലാതെ ചെയ്തു വെച്ച പരിപാടി. ഒരു സ്കാനർ കോഡാണ്. ജിപേ എല്ലാം ബ്ലോക്കായിട്ട് ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. ഇത്രയും ആൾക്കാർ ജിപേ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. എല്ലാവരും അകത്ത് എൻട്രിക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് ആർക്കും ടിക്കറ്റ് കിട്ടിയിട്ടില്ല. സ്കാനർ എല്ലാം നെറ്റ്വർക്ക് എല്ലാം ഡിലേ ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു നല്ല ഒരു ദിവസമായിട്ട് ഇവരിങ്ങനെ ഈ ഒരു ഐഡിയ ഇല്ലാതെ ഇവർ ചെയ്തു വെച്ചതാണ് ഇത്രയും ബ്ലോക്കിനുള്ള കാരണം. ആൾക്കാരെ അകത്തോട്ട് ആർക്കും കയറാൻ പറ്റുന്നില്ല. ഞങ്ങൾ പെട്ടുപോയി ഗെയ്സ് എന്ന് പറയാം. പെട്ടുപോയി. അത്രയ്ക്ക് തിരക്കാണ്. കുഞ്ഞു മക്കളെയും കൊണ്ട് എന്തായാലും ഈ തിരക്കിന് നമുക്ക് വരാൻ പറ്റത്തില്ല കേട്ടോ, അത് ഉറപ്പാണ്. കുഞ്ഞു മക്കളെയും കൊണ്ട് ആരും ഇങ്ങനെയുള്ള സ്ഥലത്ത് വരാതിരിക്കുന്നതാണ് നല്ലത്. വരുന്ന സ്ഥലത്ത് യാതൊരുവിധ കൺട്രോളും ഇല്ലാതെ പോലീസുകാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മാനേജ്മെന്റ് എന്തോ അകത്തോട്ടുള്ള കയറാനുള്ള ടിക്കറ്റിന്റെ സംവിധാനം, സ്കാനർ കോഡുകൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് അപ്പുറത്തുപ്പുറത്തൊക്കെ ഒട്ടിച്ചിരുന്ന സ്കാൻ ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാമായിരുന്നു. അങ്ങനെ അവിടെ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഞങ്ങൾ നേരെ ഇവിടെ മാൾ ഓഫ് ട്രാവൻകൂർ വന്നിട്ടുണ്ട് കേട്ടോ. ലുലുവിൽ പോയാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അതുകൊണ്ട് ഇവിടെ വരാമെന്ന് കരുതി. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നമുക്ക് വന്ന് സമാധാനമായിട്ട് വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഒന്ന് കറങ്ങിയിട്ട് പോകാം എന്ന് കരുതിയിട്ട് മാൾ ഓഫ് ട്രാവൻകൂർ വന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ കനകക്കുന്നിൽ നിന്ന് പലരെയും ഇവിടെ വെച്ച് കണ്ടു. അവർക്കൊന്നും അവിടെ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കായിരുന്നു ഇവിടെയും. കൊള്ളാമോ? എങ്ങനെയുണ്ട്? ഫിഷ് ഉണ്ടോ? ഫിഷ് ഉണ്ടോടാ അതിനകത്ത്? എന്തായാലും മോനും ഒത്തിരി സന്തോഷമായി. ഇവിടെ വന്ന് എൻജോയ് ചെയ്യാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അവനും സന്തോഷമായി കേട്ടോ. ലുലു മാളിൽ പോകണമെന്നാണ് അവൻ പറഞ്ഞത്. ലുലു മാളിൽ നിന്ന് നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് ലുലു അല്ല, മാൾ ഓഫ് ട്രാവൻകൂർ. ഈ പാർക്കിനകത്തോട്ടൊക്കെ നമ്മൾ കയറാമെന്ന് വിചാരിച്ചു. ചെറുക്കൻ ആദ്യം വഴി കൂടെ ഒന്നുമല്ല കയറി, വേറെ സൈഡിൽ കൂടെ അവൻ കയറിയത്. മോളിന് മുന്നിലായിട്ട് ഒരു കൂറ്റൻ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നാൽ എൻ്റെ മോൻ്റെ ഒരേ ഒരു നിർബന്ധം എന്ന് പറയുന്നത് എവിടെ ട്രെയിൻ കണ്ടാലും അവിടെ ചാടിക്കയറും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഇഷ്ട വാഹനമാണ് ഈ ട്രെയിൻ എന്ന് പറയുന്ന സംഭവം. അങ്ങനെ ട്രെയിനിലൊക്കെ ചുറ്റി കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ബസ് കാണുന്നത് കേട്ടോ. ഒരു ബസ് മോളിനുള്ളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ലണ്ടൻ ബസ്സിൻ്റെ മോഡലാണ് കേട്ടോ. അപ്പം അതെന്തായാലും സംഭവം കൊള്ളാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഞങ്ങളുടെ ക്രിസ്മസ് യാത്ര അങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ. എന്തായാലും ഞങ്ങൾ കനകക്കുന്ന് പോകാതിരിക്കില്ല. ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് ജനുവരി 4 വരെ ഉണ്ട്. അതിനു മുന്നേ എന്തായാലും ഒരു ദിവസം പോകുന്നതായിരിക്കും.